ഇത് ഞങ്ങളുടെ ലാലേട്ടൻ. ഞങ്ങളൊപ്പം ചെയ്തു, 12th മാൻ ചെയ്തു. എന്താ എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ മമ്മൂക്കൻ്റെ കൂടെയും ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് ദൈവഭാഗ്യം കൊണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ് എല്ലാവരും പറയുക. പക്ഷെ ഞാൻ പറയും മുക്കാലും ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് 2 പേരുടെ കൂടെയും അഭിനയിക്കാനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒപ്പത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ഒന്നും അറിയില്ല. ഒപ്പം ലാൽ സാറും പ്രിയദർശൻ സാറും കൂടിയാണ്. ഇവരുടെ സിനിമയൊക്കെ കണ്ടു വളർന്നിട്ട് ഞാൻ മറ്റേ കടൽക്കരയിൽ നിൽക്കുന്ന കുട്ടിയാണ്. ഒന്നും അറിയില്ലാത്ത കുട്ടിയായിട്ടാണ് ഞാൻ അന്ന് പോണത്. ഒന്നും അത്രയ്ക്കൊന്നും എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക, അന്ന് ഇന്നസെൻ്റ് ഏട്ടനും ഉണ്ട്, ഇവരുടെ കൂടെ ഇരുന്ന് ഇവരുടെ തമാശകൾ കേൾക്കുക എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഭാഗ്യം നെടുമുടി വേണുചേട്ടൻ. ആ ഒരു ഭാഗ്യമൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അയ്യോ അതൊക്കെ എന്തായാലും എനിക്ക് പറ്റിയില്ല. ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവരൊത്തിരി അന്നത്തെ കഥകൾ പറയും. ഇവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുന്ന കള്ളമായിരിക്കും പറയുന്നത്. ഇത് കള്ളമാണെന്ന് പോലും മനസ്സിലാവേണ്ട നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സൊക്കെ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 12th മാൻ ആയിരിക്കും ഞങ്ങൾ കുറേ 10-12 ആർട്ടിസ്റ്റ് നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. കൊറോണ കഴിഞ്ഞിട്ട് റിസോർട്ടിനകത്ത് കയറ്റിയാൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല 12th മാൻ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും ഇരിക്കുക, മിണ്ടുക, മൊബൈലില്ല, റേഞ്ച് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തത് ലാലേട്ടനടക്കം ഞങ്ങളുടെ ആ ഒരു സെറ്റാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണ് അതിഥിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇത്ര ക്ലോസ് ആയത്. അപ്പോൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ലാലേട്ടനുമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്നും ഞാൻ ഗുഡ് മോർണിംഗ് അയച്ച് സുപ്രഭാതം പറഞ്ഞ് ഗുഡ് മോർണിംഗ് മക്കളെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അത് ഞങ്ങൾ ആഡ് ചെയ്യാറുണ്ട് ലോയിഡിൻ്റെ. അപ്പം അന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മക്കളെ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മോസ്റ്റ്ലി വിളിക്കുക. അപ്പം അത് തന്നെയാണ് മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആളേനെ ഇങ്ങനെ മക്കളെ മക്കളെ എന്ന് വിളിച്ചിട്ട് ഞാൻ വിഷ് ചെയ്യുന്ന ഒരാൾ ലാലേട്ടനായിരിക്കും. പിന്നെ അതും ഈ പറയുന്ന പോലെ ഇത്രയും കാലം മലയാള സിനിമയിൽ നിൽക്കുക എന്നുള്ളത് ഇവർ 2 പേരെ പോലെ ഇനി ഒരാൾ അങ്ങനെ വരുമോ എന്ന് നമുക്ക് അറിയില്ല. ഇത്രയും ഒരു കാലഘട്ടം അങ്ങനത്തെ 2 ലെജൻസാണ് അവർ. അപ്പം അതും ഈ പറയുന്ന 2 പേരുടെയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ടും മാത്രമാണ്. ഇനിയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ ഇവരെ പോലെ. നല്ല ഭാവിക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ബി എ ഗ്ലോബൽ സിറ്റിസൺ.